കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 146 സംഖ്യത്തിൽ 10 വാക്യങ്ങളേ ഉള്ളൂ. എന്നാൽ അത് ധ്യാനിച്ചപ്പോഴും പഠിച്ചപ്പോഴും ഒക്കെ ഒരുപാട് ആഴമായ കാര്യങ്ങൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നടത്തിക്കൊണ്ടു പോകാനിടയായിത്തീർന്നു. സ്തോത്രം. 33 സ്തോത്ര സങ്കീർത്തനങ്ങൾ വേദഭാഗത്തിലുള്ള 33 സ്തോത്ര പ്രാർത്ഥനകൾ. അത് 20-ാമത്തേതാണ്. 146 സംഖ്യ 146 തൊട്ട് 180 വരെ സ്തോത്ര പ്രാർത്ഥനകൾ തന്നെയാണ്. ദാവീദിന്റെയാണ് ഈ സ്തോത്ര പ്രാർത്ഥന മുഴുവൻ. ശ്രദ്ധിക്കണേ, ഒരു ചോദ്യം. ദാവീദേ, താങ്കൾക്ക് മാത്രമേ ഇത്ര സ്തോത്രം പറയാനുള്ളൂ? സ്വാഭാവികമായിട്ടും കരുതാറുണ്ട്, ഇത്രയും സങ്കീർത്തനം, ഇത്രയും സ്തോത്ര പ്രാർത്ഥന താങ്കൾക്ക് മാത്രം, വേറെ ആരും എഴുതിയിട്ടില്ല. ദാവീദ്, താങ്കൾക്ക് മാത്രമേ ഇത്ര സ്തോത്ര പ്രാർത്ഥന വരാൻ കാരണം? ദാവീദിന്റെ ക്യാരക്ടർ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടൊന്ന് നോക്കിക്കേ. അദ്ദേഹത്തെ പറയുവാൻ അനേക കാര്യം, ഒറ്റ കാര്യം പറയുക. പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്തു വരുന്ന ദാവീദിനെ കണ്ടുകൊണ്ട് തന്റെ ഭാര്യ മീഖാൾ പറയുക, തനിക്ക് വലിയ അപമാനമായി പോയി, തനിക്ക് വലിയ ലജ്ജയായി പോയി. ഒറ്റ വാക്ക്, നിന്റെ അപ്പൻ എന്ന കസേരയിൽ നിന്ന് അവനെ ഇറക്കി വെച്ചത് കാട്ടിക്കിടന്ന് ആട്ടിനോട് കൂടി എന്നെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയെങ്കിൽ എന്ന് പറഞ്ഞേ. സ്തോത്രം. അമ്മ, നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ഓർത്തേ. കഴിഞ്ഞകാലം നടത്തിയ വിധങ്ങൾ ഇപ്പൊ കൊണ്ടുവന്ന അനുഭവങ്ങളെ ഓർത്തേ. അവൻ നടത്തുന്ന വഴികളെ ഓർത്തേ, ആദരിച്ച വിധങ്ങളെ ഓർത്തേ, നിന്നെ സഹായിച്ച വഴികളെ ഓർത്തേ. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. ഇനിയും അധികം അവിടെ സങ്കടം എന്റെ ദാസിമാർക്കാണ്, വേറെ ആരെങ്കിലും വേണ്ടി വരാം. കുഴപ്പം എത്രയേ ഉള്ളൂ, എന്നെ കുറിച്ച് അവരെന്തോ പറയും. അതല്ലേ കാര്യം. മീഖാളിന്റെ ചിന്ത, എന്നെ കുറിച്ച് അവർ നിന്റെ വാപ്പയില്ലേ ചാടുന്നു എന്നല്ലേ പറയാനുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞത് ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ ഒന്നുപോലും വിട്ടുകളയാതെ, ഒന്നുപോലും മറന്നു കളയാതെ, ഒന്നുപോലും അല്ലെങ്കിൽ തുണവിൽ ഗണിക്കാതെ വണ്ണം എണ്ണി കർത്താവിന് സ്തോത്രം ചെയ്തൊരു ഭക്തനെ നമുക്ക് സംഘത്തിൽ കാണുവാൻ കഴിയും. അവനെ കുറിച്ച് കർത്താവ് പറയുന്നത്, എന്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഈ സംഗീതത്തിൽ 4 വിധമായ സ്തുതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും പറയാൻ പറ്റത്തില്ല, നമുക്ക് സമയമില്ല, ഒരുപാട് സമയം മുന്നോട്ട് പോയി. സ്തോത്രം. 1 മുതൽ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ കുഞ്ഞുങ്ങൾ പ്രത്യേകം വായിച്ച് ഓപ്പൺ യുവർ ബൈബിൾ ആൻഡ് റീഡ് വേഴ്സസ് 1 and 2. മലയാളത്തിൽ ആർക്കെങ്കിലും വായിക്കാം, അല്ലെ ഞാൻ തന്നെ വായിക്കാം, അല്ലെ സൗകര്യം. പ്രൈസ് ദി ലോർഡ്. ചാപ്റ്റർ 146 വേഴ്സസ് 1 and 2. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ളതും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. റൈറ്റ്? ഇതൊരു ഭക്തന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്റെ ചോദ്യം കർത്താവിന്, നിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? വാട്ട് ഈസ് യുവർ സ്റ്റേറ്റ്മെന്റ്? എന്നോട് നിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ? ടെമ്പറോറിയൽ നീഡ്സിന് വേണ്ടിയിട്ടല്ലേ നീ ആശ്രയിക്കുന്നത്? അങ്ങനെയല്ലേ പലരും അല്ലേ? സ്തോത്രം. ദാവീദ് അങ്ങനെയല്ല പറയുന്നത്. സ്തോത്രം. ജീവനുള്ള കാലം മുഴുവനും ഞാൻ അങ്ങേക്ക് കീർത്തനം ചെയ്യും. അതൊരു ഭക്തന്റെ സ്റ്റേറ്റ്മെന്റ്, ഉറച്ച തീരുമാനമാണ്, ഉറച്ച സ്റ്റേറ്റ്മെന്റ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ക്ഷീണിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ സാന്നിധ്യത്തോട് കാര്യം പറയട്ടെ. നീ ആ സ്റ്റേറ്റ്മെന്റിൽ വാഗോട്ട് പ്രഖ്യാപിക്കുവാൻ തുടങ്ങിയാൽ നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന, അവസ്ഥത്തെ ചലിപ്പിക്കുന്ന കർത്താവിന്റെ ചലിക്കുന്ന കരം നിന്റെ പുറകിൽ ചലിക്കുവാനിടയായി മാറും. ഒരു സംശയം നിലനിർത്തുന്നു. വേണ്ട. സ്തോത്രം. യഹോവയെ അന്വേഷിക്കുന്നവരാരാ? ബുദ്ധിമാന്മാർ. യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ബാക്കി പറഞ്ഞേ. കാണുവാൻ ദൈവം ആരും വായിച്ചിട്ടില്ല. ഒന്നുറച്ച് പറഞ്ഞേ. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ആരൊക്കെയാ ബുദ്ധിമാന്മാർ, അല്ലെ ആരൊക്കെയാ ബുദ്ധിമതികൾ? അവന്റെ കണ്ണ് നമ്മളെ നോക്കുകയാണ്. അത്യുക്കണ്ണിന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവന്റെ കണ്ണ് നമ്മളെ ദർശിക്കുകയാ. കാരണം ലോർഡ്, ഐ സീക്ക് യുവർ പ്രസൻസ്. നിന്റെ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയെ അടുത്തറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിന്തിക്കുന്ന, താല്പര്യപ്പെടുന്ന ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തെ നമുക്ക് തുടർമാനമായി കാണുവാൻ കഴിയും.
Praise the Lord. Hallelujah. അപ്പോൾ ദാവീദിന്റെ ഒരു ഉറച്ച തീരുമാനമാണ്, അഥവാ ഒരു ഭക്തന്റെ ഉറച്ച തീരുമാനമായിരിക്കണം സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ കൊള്ളം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിന്റെ, ഒരു പൈതലിന്റെ, ഒരു ഹല്ലേലൂയ വ്യക്തിയുടെ ഉറച്ച തീരുമാനമായിരിക്കണം ദൈവമേ കഴിഞ്ഞ നാളുകളിൽ നടത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകള് നേരത്തെ കാര്യങ്ങൾ എനിക്കറിയത്തില്ല, എന്നുവരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ എനിക്ക് അങ്ങ് സ്തുതിപ്പാനിടയായി തീരണമല്ല, ഞാൻ അങ്ങ് സ്തുതിക്കും. ആമേൻ. 3-4 വാക്യങ്ങളിൽ സ്തോത്രം. ഇത് തമ്മിലുള്ള കമ്പാരിസൺ കൂടി ദാവീദ് വെക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിച്ചുകൂടെ? ഓഫ് കോഴ്സ് ജീവിക്കാം. ആരും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്, ദൈവമില്ലാതെ ജീവിക്കില്ലേ? ജീവിക്കാം. യെസ്. ഇവിടെ പറയുകയാണ് സാധാരണയായ മനുഷ്യർ ആശ്രയിക്കുന്നത്, അഥവാ അവൻ സമീപിക്കുന്നത്, അഥവാ അവരുടെ അവൻ എന്താ പറയുന്നത്, കോൺഫിഡൻസ് വെക്കുന്നത് മനുഷ്യരില്ല. അല്ലേ? ടീച്ചേഴ്സ് ആശ്രയം വെച്ചോട് കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, എക്സാം എഴുതുന്നു, അല്ലേ? അപ്പനും അമ്മയിലും ആശ്രയം വെച്ചോട് കുഞ്ഞുങ്ങൾ വളരുന്നു. ആശ്രയം അവിടെയാ. എന്നാൽ പ്രായമായ ശേഷം നമ്മുടെ നീഡ്സ് വരുമ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കുന്ന? അപ്പൻ്റെ സ്വത്തില്ല, പിന്നെ ആരെ ആശ്രയിക്കും? അല്ലെങ്കിൽ സഹോദരങ്ങളിൽ സ്വത്തില്ല, പിന്നെ ആരെ ആശ്രയിക്കും? ഇവിടെ ദാവീദ് അതാ പറയും, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. പിന്നെ പറയാണ്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും അരുത്. എന്താ കാരണം ദാവീദേ? അടുത്ത വാക്യം വായിച്ചാട്ട്. അവന്റെ ശ്വാസം പോകുന്നു, പ്രഭുവിന്റെ പോകും, മനുഷ്യപുത്രനും പോകും. അവന്റെ ശ്വാസം പോകുന്നു, അതോടെ കഥയെല്ലാം. ബാക്കി വായിച്ചേ. ആരുടെ നിരൂപണം? നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന അവന്റെ നിരൂപണങ്ങൾ നശിച്ചു. പിന്നെ ആരാ സഹായിക്കുന്നത്? ഹലോ, ആമേൻ. ഇന്ന് പകൽക്കാലം ഉറച്ചേ പോകാവൂ. ഈ ദൈവസഭയ്ക്ക് പ്രത്യേകമായ ചില നിലയിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മ നടത്തുകയാണ്. ഒരു കാരണത്താലും മറന്നു പോകരുത്. സ്തോത്രം. പ്രത്യേക നിലയിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആശ്രയം ദൈവത്തിൽ വെക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവരുടെ സ്ഥിതിയെക്കുറിച്ചും പറയുക. അതുകൊണ്ട് കുഞ്ഞെ, ഈ പൊടിയിലേക്ക് തീർന്നു പോകുന്ന ഒരു ശ്വാസത്തിന്റെ തുല്യമായി നിൽക്കുന്നവനെ ആശ്രയിക്കാതെ ആരിൽ ആശ്രയിക്കണം? വായിച്ചാട്ട് 5-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് എടുത്തു പറയുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ദേവദാസനെ കാര്യം ഓർപ്പിച്ച്, എന്തുകൊണ്ടാണ് യാക്കോബിന്റെ പേര് പറഞ്ഞെന്ന്? സ്തോത്രം. ഞാനിത് ചിന്തിച്ചു, എന്താ കർത്താവേ ഈ ദാവീദും പിന്നെ യാക്കോബിനെ പൊക്കിക്കൊണ്ടുവന്നത്? യാക്കോബിന് ദൈവം സഹായമായി. അപ്പൊ യാക്കോബിന് ദൈവം യാക്കോബിന് സഹായമായി, അല്ലേ? അതിന്റെ അർത്ഥം അതല്ലേ? ആന്നല്ലോ. യാക്കോബിന് ദൈവം സഹായമായി. അടുത്തത്, യാക്കോബിന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്ന എനിക്ക് ഞാന് എന്താ പറഞ്ഞേക്കുന്നത്? ബാക്കി ഭാഗ്യവാൻ. മനസ്സിലായോ? യാക്കോബിന്റെ ദൈവം, യാക്കോബിന് സഹായമായിരുന്ന ദൈവം, ആ ദൈവത്തിൽ ഞാൻ ശരണം വെച്ചിരിക്കുമ്പോൾ ഞാൻ ഭാഗ്യവാൻ. അതാ എൻ്റെ അർത്ഥം, അല്ലേ? ആന്നോ? മനസ്സിലായവർക്ക് സ്വത്രം പറയാവോ? കർത്താവ് ഒന്ന് സന്തോഷിക്കട്ടെ, സ്വർഗം കൂടെ സന്തോഷിക്കട്ടെ. ഒന്നുകൂടെ സ്വത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം യാക്കോബിന് ദൈവം സഹായമായി നിന്നത് എവിടേക്കാണെന്ന അടുത്ത ചിന്ത കിടക്കുന്നു. അവിടേക്കൊന്നും പോകാൻ യാതൊരു സമയവുമില്ല, നിർവാഹമില്ല. ഒറ്റ കാര്യം പറയാം. യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്നും മടങ്ങി വരികയാണ്. ലാബാനും കൂട്ടിനും പുറകെ വരികയാണ്, ആക്രമിക്കുവാൻ്റെ കോണം. നിന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് സഹായമായി നിന്നില്ലായിരുന്നു എന്ന് വരികിൽ നീ എന്നെ വെറും കൈയോടെ അയച്ചു കളയുമായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നീ എന്നെ വെറും കൈയോടെ അയച്ചു കളയുമായിരുന്നാൽ എൻ്റെ ദൈവം എനിക്ക് സഹായമായി നിന്നു എന്ന തിരിച്ചറിവ് ആർക്കുണ്ടായിരുന്നു? ആർക്കുണ്ടായിരുന്നു? ഒന്ന് പറഞ്ഞേ. അപ്പൊ ദൈവം എന്നെ സഹായിച്ചു എന്ന തിരിച്ചറിവുള്ള ഒരു വ്യക്തിയായിരുന്നു യാക്കോബെങ്കിൽ ആ ദൈവത്തിൽ അപ്രകാരം തന്നെ നാം ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ യാക്കോബിന്റെ ദൈവം എൻ്റെ സഹായമാണോ? ആണോ? ഒന്ന് പറഞ്ഞേ. ആ തലയെ കൈവച്ച് പറഞ്ഞേ, യാക്കോബിന്റെ ദൈവം എൻ്റെ സഹായമായി നിൽക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. യാക്കോബിന്റെ ദൈവം എൻ്റെ സഹായമാണ്. അവനിൽ ആശ്രയിക്കണം. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഏകദേശം 12 കാര്യങ്ങളെക്കുറിച്ച്, 12 റെസ്ക്യൂ ഓപ്പറേഷൻ, 12 വിധമായ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു
ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ സ്തോത്ര സംഘത്തിൽ കൂടി ദാവീദ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എടുത്തു പറയാൻ പറ്റത്തില്ല. ഒന്ന്, അവൻ സൃഷ്ടിതാവായ ദൈവം. 6-ാമത്തെ വാക്യം പറയും, അവൻ സൃഷ്ടിതാവായ ദൈവം. ഞാൻ വായിച്ചു പോകാം, നിങ്ങൾ ഹല്ലേലൂയ. ഹി ഹു ക്രിയേറ്റഡ്, ഹി ഈസ് എ ക്രിയേറ്റർ. എൻ്റെ കർത്താവ്, ഒരു കാര്യം പറയട്ടെ, എൻ്റെ കർത്താവ് റിപ്പയർ ചെയ്യുന്ന ആളല്ല. എൻ്റെ വാച്ചിന് കേട് വന്നാൽ ഞാൻ കൊണ്ടുവന്ന് വാച്ച് റിപ്പയറിന് കൊടുക്കും. എൻ്റെ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് കേട് വന്നാൽ അത് റിപ്പയർ ചെയ്യുന്ന ആളെ എടുത്ത് കൊടുക്കും. എന്നാൽ എനിക്ക് കേട് വന്നാൽ റിപ്പയർ ചെയ്യാൻ്റെ കോണം ആരുടെയും കൊണ്ട് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ സോൾ. ഹല്ലേലൂയ. സോ അതുകൊണ്ട് കർത്താവ് റിപ്പയർ ചെയ്യുന്ന ആളല്ല, അവൻ റീപ്ലേസ് ചെയ്യുന്ന ആളാണ്. പറഞ്ഞേ, അവൻ റീപ്ലേസ് ചെയ്യുന്ന ആളാണ്. കല്ലായുള്ള ഹൃദയത്തെ മാറ്റിയെടുത്ത് മാംസളമായൊരു ഹൃദയം വെച്ച് അതിനകത്ത് തൻ്റെ ആത്മാവിനെ പകർന്ന് അവനെ സ്തുതിപ്പാൻ്റെ കൊണ്ട് അഭിഷേകം തന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മൗനമായിരിക്കാതെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. Praise the Lord. He who creating things, he is a creator. അവർ സൃഷ്ടിതാവായ ദൈവമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, he is faithful Lord. ദാവീദിന്റെ അനുഭവം പങ്കുവെക്കുന്ന നമ്മളോട് കേട്ടോ. ഇത് പകൽക്കാലം ഇത് ഓർത്തോണം. എൻ്റെ ജീവിതത്തിൽ എന്തുമായി ബന്ധമുണ്ടോ? Praise the Lord. എൻ്റെ ജീവിതത്തിൽ ഈ വാക്കുമായിട്ട് ബന്ധമുണ്ടോ? He is faithful in all sense. ഞാൻ പറയുന്നത്, he is an optimum faithful God. അതിന് വേറെ വാക്കൊന്നുമില്ല. ഫെയ്ത്ത്ഫുൾനെസ് ഒരിക്കലും മറന്നു കളയാത്ത, ഉപേക്ഷിക്കാത്തൊരു ദൈവം. മൂന്നാമത്തെ കാര്യം പറയാണ്, ഈസ് ജസ്റ്റിഫൈയിങ് ലോർഡ്, നീതിമാനായ ദൈവം. ആമേൻ. നാലാമത്തെ കാര്യം പറയാണ്, ഹി ഹു പ്രൊവൈഡ്സ്, അല്ലെങ്കിൽ ഈസ് പ്രൊവിഷൻ, യഹോവ ജൈറെ ആയിരിക്കുന്ന ദൈവം. ആമേൻ. അല്ലെ. അഞ്ചാമത്തെ കാര്യം പറയാണ്, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുകയാണ് അവൻ. ആർക്കൊക്കെ വിശപ്പുണ്ട് അവർക്കൊക്കെ ആഹാരം കിട്ടും. ആർക്കൊക്കെ വിശപ്പില്ല അവർക്ക് എംപ്റ്റി സ്റ്റൊമക്കായിട്ട് തന്നെ ജീവിച്ചു പോകാം. ഇന്ന് പകൽക്കാലം വിശപ്പോടും ദാഹത്തോടും കൂടി എത്ര പേര് ആരാധനയ്ക്ക് വന്നിട്ടുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. എൻ്റെ കർത്താവ് എന്നെ ഒന്ന് നിറയ്ക്കണം, എന്നെ ഒന്ന് അഭിഷേകത്തെ നിറയ്ക്കണം, എന്നോട് സംസാരിക്കണം, അങ്ങയുടെ ഇമ്പമുള്ള ശബ്ദം കേട്ട് എന്നെ ബലപ്പെടുത്തണം, എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തണം, എന്നെ ഒന്ന് ശക്തീകരിക്കണം, അങ്ങയുടെ ജനത്തെ ബലപ്പെടുത്തുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ആന്തരികമായ ദാഹം, വിശപ്പ് നമുക്കുണ്ടാകട്ടെ. ആമേൻ. നമ്മളെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കർത്താവ്, ആഹാരം കൊടുക്കുന്ന. അടുത്ത കാര്യം പറയാണ്, ആമേൻ. ഹി ഹു സെറ്റ് ദ ക്യാപ്റ്റീവ് ഫ്രീ. ബദ്ധന്മാരെ എന്ത് ചെയ്യുന്നു? ഒന്ന് വായിച്ചേ. ബദ്ധന്മാരെ ആരാ ഗന്ധിച്ചെന്ന് വിഷയമേ അല്ല. സ്തോത്രം. ആരാ ഹല്ലേലൂയ ഒതുക്കി വെച്ചത് വിഷയമേ അല്ല. ഏതെല്ലാം ഭാരത്തിൽ കൂടെ ആന്ന് വിഷയമേ അല്ല. ആമേൻ. ഹല്ലേലൂയ. ഹി സെറ്റ് ദ ക്യാപ്റ്റീവ് ഫ്രീ. ബദ്ധന്മാരെ അഴിച്ചു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയാത്തുള്ള ഏതെങ്കിലും മേഖലകൾ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ നിങ്ങൾ പോകുന്നു വരികയിൽ പലപ്പോഴും ആഗ്രഹിക്കുന്നു, കർത്താവ് ഇതിലൊരു വിടുതൽ എനിക്ക് ആവശ്യമാണ്, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ, എനിക്ക് ജയം ആവശ്യമാണ്. പക്ഷേ ഐ കനോട്ട്, ഇത് കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഇപ്രകാരം പറയട്ടെ, ഹി വിൽ സെറ്റ് യു ഫ്രീ. ആ ബന്ധനത്തിൽ വിടുവിപ്പാൻ്റെ ഗുണമൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. യെശയ്യാ പറയാണ്, അഭിഷേകം നുകത്തെ തകർക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ അനോയിന്റിങ്, കർത്താവിൻ്റെ അഭിഷേകം. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഏതാണോ പ്രയാസമായി നിൽക്കുന്നത് അവിടെ വ്യാപരിച്ച് അതിന് റിലീസ് ചെയ്യുവാൻ മതിയായതത്രേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത് പറയാണ്, ഹി ഹീൽസ് ദ സിക്ക്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാ. സ്തോത്രം. അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. അത് ചേർന്ന് പറയാണ്, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. കുനിഞ്ഞിരിക്കുക, പല കാര്യങ്ങളിലും കുനിഞ്ഞിരിക്കുക. മുഖം ചുമന്നി ഒന്ന് ഭാരപ്പെട്ടു, കർത്താവെ പൊങ്ങാൻ കഴിയുന്നില്ല, പ്രാർത്ഥന മുന്നേറാൻ കഴിയുന്നില്ല, വിശ്വാസം മുന്നേറാൻ കഴിയുന്നില്ല, സൂക്ഷിപ്പാൻ മുന്നേറാൻ കഴിയുന്നില്ല. അവനിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്നും കുനിഞ്ഞിരിക്കുവാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അവൻ നിന്റെ തല ഉയർത്തുവാൻ അവന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. യെസ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം പറയുകയാണ്, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. ഇത്രയും കാര്യം പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ള കാര്യം അതാ. ഇത്രയും കാര്യങ്ങൾ സംഭവം ഡെലിവേഴ്സ് ഒക്കെ നടന്നു. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിയമാരോടാ? ആരോടാ? പറഞ്ഞു എന്നോടാന്ന് പറഞ്ഞു. എന്നോടാ?
നിങ്ങളോട്, എന്നോട്. പ്രൈസ് ദി ലോർഡ്. ആന്നോ? അതാ പറയുന്നത്. യഹോവ നീതിമാന്മാരെ പറഞ്ഞേ, യഹോവ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞേ. ഒന്ന് ഉറച്ചു പറഞ്ഞേ, ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ ന്യൂറോൺ ഒന്ന് കേൾക്കട്ടെ. യഹോവ എന്നെ സ്നേഹിക്കുന്നു. അതിൽ നിന്ന് ആർക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും? നൺ ഓഫ് ദ സോഴ്സ്. ഒന്നിനും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത്, പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയും സംരക്ഷിക്കുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. എന്നിട്ട് പറയാണ്, യഹോവ എന്നേക്കും വാഴുന്നു. അതുകൊണ്ട് കർത്താവേ, ഞാൻ എൻ്റെ ജീവിതകാലമൊക്കെയും അങ്ങേക്ക് സ്തോത്രം ചെയ്യും, ഞാൻ അങ്ങേക്ക് കീർത്തനം ചെയ്യും, ഞാൻ അങ്ങേ പാടി സ്തുതിക്കും, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തും, അങ്ങേ ഞാൻ ആരാധിക്കും, സന്തോഷത്തോടെ അങ്ങയുടെ പാതയോടെ കടന്നു വരും. അങ്ങേ ഹാലലി മഹത്വപ്പെടുത്തി എനിക്കൊരു ലജ്ജ ഉണ്ടാകുകയില്ല, ഞാൻ അങ്ങേ ആരാധിക്കും എന്ന് ഹാലലി ആത്മാർത്ഥമായി ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നത് കുഞ്ഞുങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാർ.